ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നവ്യയുടെ അഹങ്കാരം അതിര് കടക്കാണ്. അഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞാൽ പോരാ, അഴിഞ്ഞാട്ടക്കാരി നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം വരും കേട്ടോ. പക്ഷെ നവ്യ പറഞ്ഞിട്ടും കാര്യമില്ല. നവ്യ ഒരുമാതിരി ഒരു റിവെഞ്ച് എടുക്കുന്നതാണ്, പകരം വീട്ടുന്നതാണ്. കാരണം അഭിയെക്കുറിച്ചിട്ട് എന്തോ രഹസ്യം ഇവർക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നവ്യയോട് വിളിച്ച് പറയുന്നില്ല. ശരിക്കും സത്യസന്ധമായിട്ട് അറിയുകയാണെങ്കിൽ നവ്യ അബിയോട് തന്നെ പ്രതികാരം ചെയ്യുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിവർ പറയുന്നില്ല. നവ്യ പോയി ആത്മഹത്യ ചെയ്താലോ ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അബിയെക്കുറിച്ചിട്ടുള്ള ആ വിവരം പറയാത്തിടത്തോളം കാര്യം നവ്യ ചെയ്യുന്നതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ നവ്യയുടെ പ്രവൃത്തി അതിര് കടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി തന്നെ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. നിർത്തടേൻ്റെ അഴിഞ്ഞാട്ടം, ഇനി ഇവിടെ ഈ പരിപാടി പറ്റില്ല, നവ്യെ നിർത്തിക്കോളാൻ പറയാണ് നമ്മുടെ ദേവയാനി. ഒറ്റ ഒരെണ്ണം വെച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് തക്കതായ കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ദേവയാനി അത് ചെയ്യുന്നതും. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസം രാവിലെ അടുക്കളയിൽ തന്നെ അംഗം തുടങ്ങാമെന്ന് നവ്യ വിചാരിക്കുകയാണ് കേട്ടോ. എപ്പോഴും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നിന്നാൽ കാര്യങ്ങളൊന്നും അങ്ങ് മുന്നോട്ട് പോവില്ല. തന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്യണം. ഇപ്പോഴാണെങ്കിലും അബിയോട് എല്ലാവരും ചെയ്യുന്നത് വളരെ മോശമാണ്. ആദർശൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റില്ല. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. എൻ്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റിയവർ, എന്നെ കുറ്റപ്പെടുത്തുന്നവർ, അവർക്കൊക്കെ ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും. അവരെയൊക്കെ ഞാൻ കരയിപ്പിച്ചിരിക്കും എന്ന് പറയുകയാണ്. തന്നെ അടുക്കളയിലേക്ക് ചെന്നിട്ട് നവ്യ പറയാണ്, കുഞ്ഞിന് കൊടുക്കാൻ കുറച്ച് പാല് തിളപ്പിച്ച് ഞാൻ ഇവിടെ വച്ചിരുന്നു, അതും കാണുന്നില്ലല്ലോ. ഇതൊന്നും ഇവിടെ ആരെങ്കിലും എടുത്ത് ചായ ഇട്ടിട്ടുണ്ടാവോ എന്ന് പറയാം. അപ്പം ദേവയാനിയുണ്ട്, നയനിയുണ്ട് അവിടെ. അവരൊരക്ഷരം മിണ്ടുന്നില്ല. നവ്യ വീണ്ടും നോക്കുകയാണ് പാല്. ഒരിത്തിരി പാലെങ്കിലും ഒന്ന് കാച്ചി വെക്കാമല്ലോ എൻ്റെ കൊച്ചിന് കൊടുക്കാൻ. ആ രീതിയിലെങ്കിലും ഒരു പരിഗണന അതിന് കൊടുത്തൂടെ ഈ വീട്ടിൽ എന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി രാവിലെ വഴക്കിന് വരണ്ട. ചേച്ചി ഇവിടെ പാല് കാച്ചി വെച്ചത് അപ്പച്ചി എടുത്ത് ചായ ഇട്ടു, അല്ലാതെ ഞങ്ങളാരും അതൊന്നും എടുത്തില്ല. കുഞ്ഞിന് പാല് വേണമെങ്കിൽ ഞാൻ കാച്ചി തരാം. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട, പാല് നീ കാച്ചി തരണ്ട തൽക്കാലം. എൻ്റെ കുഞ്ഞിന് പാല് കാച്ചി കൊടുക്കാൻ എനിക്കറിയാം. വേറെ ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ആ കുഞ്ഞിനെ ഈ വീട്ടിലുള്ളവർ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെങ്ങനെയാ അവിഹിത സന്തതിക്ക് വരെ ഇവിടെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ചന്തുമോളെന്ന് പറഞ്ഞ് നീയൊക്കെ 24 മണിക്കൂറും അതിനെ നോക്കി നടക്കുന്നുണ്ടല്ലോ. എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചോ, ഉറങ്ങിയോ, എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? അപ്പോൾ ദേവയാനി പറയാ, നവ്യേ നീ രാവിലെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. നിന്റെ കുഞ്ഞിനെ ഇവിടെ ആരും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അതിനെ ഈ വീട്ടിൽ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിന് അതിനേക്കാളേറെ എന്ത് പരിഗണന കൊടുക്കണം എന്നാണ് പറയുന്നത്? വേണ്ട, ഇവിടെ ആരും എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും ഒന്നും ഒരു പരിഗണന തരണ്ട. അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടുമില്ലല്ലോ. പിന്നെ എൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളാരും ഇടപെടാൻ വരണ്ടെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, നിന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഞങ്ങൾ വരുന്നില്ല. പക്ഷേ ഈ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നവ്യ പറയാ, വേണ്ട, ആരും പറയണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. എൻ്റെ ഭർത്താവിനൊരു ജോലി ഉണ്ടായിരുന്നത് പോലും ഇല്ലാതാക്കിയില്ലേ. ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ദേവയാനി പറയാം, അതൊക്കെ നീ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ, അതിനിപ്പോൾ എന്താ? ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടുന്നത് നിനക്കൊരു കുറച്ചിലാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്കതൊരു കുറച്ചില്ല. ഞാനങ്ങനെ അഭിമാനം വിറ്റ് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു തൊഴിലാണ് മോഡലിങ്. അതിനാര് പണം തരുന്നോ അവർക്ക് വേണ്ടി ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ട് വരിക. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുക, എന്താ രാവിലെ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, ഏയ് ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിന് ഒരിത്തിരി പാല് തിളപ്പിച്ച് തരാൻ പോലും ഇവിടെ ആരും ഇല്ലെന്ന് ഇരുന്നെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, അതിന് നീയില്ലേ, നിൻ്റെ അമ്മായിയമ്മയില്ലേ, ദേ ഇവളോട് പറഞ്ഞുകൂടെ നിനക്ക്? നീ അതിന് എൻ്റെ നയനയുടെ തലയിൽ കയറാൻ വരുന്ന എന്തിനാ? രാവിലെ വഴക്കിനായിട്ട് നവ്യ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, രാവിലെ വഴക്കിനായിട്ടൊന്നും വന്നതല്ല എന്ന് പറയുക. അപ്പോൾ ജലജ പറയാം, ഇന്നെന്താ ഇവിടെ കാപ്പിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട് എന്ന് പറയുക. അത് കേൾക്കുമ്പോഴേ നവ്യ പറയാം, ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഇതാർക്ക് വേണം? എന്നും ഇവിടെ കുറച്ച് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും. അതെങ്ങനെയാ? മറ്റുള്ളവരുടെ ഒന്നും ഇഷ്ടം ചോദിച്ചിട്ടല്ലല്ലേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നയനയുടെയും അതുപോലെ തന്നെ ദേ അമ്മായിയുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ടാ. മറ്റുള്ളവരൊക്കെ അത് എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോണം, വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കഴിക്കണ്ട. അങ്ങനെ ഒരു തീരുമാനമല്ലേ ഇവിടെ നിന്ന് ചോദിക്കുക.
അപ്പോൾ ജലജയും പറയുക അതെ അത് തന്നെ, നമ്മളോട് ആരോടെങ്കിലും ഇഷ്ടം ചോദിക്കുന്നുണ്ടോ ഇവർ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കേണ്ടതെന്നും ഉച്ചയ്ക്ക് ഊണിന് എന്താ വേണ്ടതെന്നും നമ്മളോട് ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാറുണ്ടോ? നയനി ഇടത്തേയും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും, അത് നമ്മളെല്ലാം ഭിക്ഷക്കാരെ പോലെ എടുത്ത് കഴിക്കണം. അപ്പോഴേക്കും ദേവയാനി പറയാം ജലജെ കൂടുതലും നീ സംസാരിക്കരുതേ, എനിക്കും നയനിക്കുമല്ല ഇവിടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാവുന്നത്, നിനക്കും നിന്റെ മരുമോക്കും ഒക്കെ ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വെക്കുന്നത് അതിവിടെ അങ്ങനെ തന്നെ ആയിരുന്നു ഇത്രയും നാളും. ഇപ്പോൾ ആ പതിവൊന്നും മാറ്റി വെക്കേണ്ട, എല്ലാവരുടെയും കൂടെ ഇഷ്ടം അനുസരിച്ചാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, മാറി മാറി ഭക്ഷണം ഉണ്ടാക്കാറുമുണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. നീയും നിന്റെ മരുമോളും ഒക്കെ ഇതല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുക അല്ലേ എന്ന് ചോദിക്കാം. അപ്പം നവ്യ പറയാ ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ വാരി വിളിച്ച് കഴിച്ചോണെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കണമേ. ഇവർക്ക് എന്നും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ മതിയായിരിക്കും, പക്ഷേ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതെങ്ങനെയാ? ഇവരുടെ മുമ്പിൽ ഭിക്ഷക്കാരെ പോലെ ഓച്ചാനിച്ച് നിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട ഗതികേടാണ് നമുക്ക്, പിന്നെ എന്ത് ചെയ്യാം? അപ്പോൾ ദേവയാനി പറയും ഇവിടെ ആരും ഭിക്ഷക്കാരെ പോലെ ഒന്നും ഓസ്റ്റാനിച്ച് നിന്ന് കഴിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്, അല്ലാതെ എല്ലാവർക്കും തരത്തിന് ഉണ്ടാക്കി തരാനൊന്നും എനിക്കും നയനിക്കും ഒന്നും പറ്റില്ല എന്ന് പറയാം. അപ്പം നയനയും പറയാം ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേച്ചിക്ക് ഉണ്ടാക്കി കഴിച്ചൂടെ, അതിന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യ പറയാം അതെ അമ്മേ എന്ന് പറയാം ജലജയോടായിട്ട്, നമുക്കിഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണമെന്ന്, അവർക്കിഷ്ടമുള്ളത് അവരുണ്ടാക്കി കഴിക്കുന്നത്, അല്ലെങ്കിലും അത് തന്നെയല്ലേ ശരി, നമുക്കിഷ്ടമുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലത്. ഇവർക്ക് ഇഡലി സാമ്പാർ മതിയെങ്കിൽ അത് കഴിച്ചോട്ടെ, എനിക്കിപ്പോൾ ചപ്പാത്തി കഴിക്കാനാണ് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ചപ്പാത്തി നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ ജലജയം പറയാം ശരിയാ അത് മതി, ഇവിടെ ഇവരുടെ എച്ചിൽ കഴിക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല, അതുകൊണ്ട് നമുക്കുള്ളത് നമുക്കുണ്ടാക്കാമെന്ന് പറയുമ്പോൾ നവ്യ പറയും ജലജയ്ക്ക് തന്നെ പണി കൊടുക്കുക. നവ്യ പറയുന്നുണ്ട് എന്നാൽ ശരി അമ്മയെ ചപ്പാത്തി ഉണ്ടാക്കുക, ഞാൻ കുഞ്ഞിന് പാൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. ചപ്പാത്തി നല്ല വെജിറ്റബിൾ കറിയൊക്കെ കഴിക്കാനായിട്ട് കൊതിയാവുന്നു, നമുക്ക് മാത്രമുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അമ്മ ഉണ്ടാക്കിക്കോ ചപ്പാത്തി, ഇവർ ദോശ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാം. എന്നിട്ടങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുക ആഹാ ഇപ്പം ഇങ്ങനെ ആയോ, ഇവിടെ ഒരു കൂട്ടർക്ക് ദോശ ഇഡലി, ഒരു കൂട്ടർക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ, എന്തെങ്കിലുമൊക്കെ നയനമോൾ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാവരും കഴിച്ചിട്ട് പോവാണല്ലോ ചെയ്യാറ്, അടുക്കളയിൽ കയറി കഷ്ടപ്പെടാനൊന്നും ആരും മെനക്കെടാറില്ലല്ലോ, ഇപ്പം ഇത് രണ്ടടുക്കളയാക്കാനുള്ള പണിയാണോ ജലജയെന്ന് ചോദിക്കുക. അപ്പം ജലജ പറയുന്നുണ്ട് രണ്ടടുക്കളയാക്കേണ്ടി വന്നാൽ രണ്ടടുക്കളയാക്കണം, ആ രീതിയിലല്ലേ ഇവിടെ എല്ലാവരും പെരുമാറുന്നത്, എന്നോടും എൻ്റെ മരുമോളോടും മകനോടും ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കാണിക്കുന്നത്, അങ്ങനെ എല്ലാവരുടെയും എച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കണ്ട, രണ്ടടുക്കളയായിക്കോട്ടെ, ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം. അപ്പം മുത്തശ്ശിയും പറയാം ഓ നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറയാണ്. നവിയാണെങ്കിൽ കൊച്ചിന് പാലും എടുത്തിട്ട് അങ്ങ് പോവാം. ജലജയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ, കാര്യം മെയ് അനങ്ങണമല്ലോ. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുക ഇതെനിക്ക് തന്നെ ഒരു പണിയായല്ലോ, ആ നയനയും ദേവയാനിയും എന്തേലും ഉണ്ടാക്കി വെക്കുന്ന കഴിച്ചിട്ട് എണീറ്റ് പോയാൽ മതിയായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു, ഇപ്പം നവ്യ വന്നിട്ടൊരു പണി ഒപ്പിച്ചിരിക്കുന്നു, ഇനി ഞാൻ അവക്കും എനിക്കും ഒക്കെ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഞാൻ തന്നെ നിന്ന് ഉണ്ടാക്കണമല്ലോ, ഇതെനിക്കൊരു പണിയാണ്. എന്തായാലും അവൾ പറഞ്ഞതല്ലേ ചെയ്തേക്കാം, ഇപ്പം അവളെ കൂടെ നിർത്താതിരിക്കാൻ പറ്റില്ല, അവൾ കൂടെ നിൽക്കുന്നത് മാത്രമേ ഇപ്പം ഈ അനന്തപുരിയിൽ ഒരു ബലമുള്ളൂ, അവളെ തൽക്കാലം പിണക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിയേക്കാം നാശം എന്നും പറഞ്ഞ് ജലജയാണെങ്കിൽ കയറിയിട്ട് ചപ്പാത്തി വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടടുക്കളയായ പോലെ രണ്ട് ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട് നവ്യ. അവിടെ കിടന്ന് ബഹളം വയ്ക്കുക, എല്ലാവരെയും വിഷമിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് നവ്യയ്ക്ക് ഉള്ളത്. അതിനൊക്കെ ശേഷം നമ്മുടെ അനിയെ കാണിക്കുന്നത് കേട്ടോ. അനിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുകയാണ്. കാരണം നവീനാണെങ്കിൽ നന്ദൂനിയാണ് ഇഷ്ടമെന്ന് പറയുകയും ചെയ്തു. നവീൻ അതിന് മുമ്പൊരു കാര്യം പറയുകയും ചെയ്തു, എനിക്കിഷ്ടമുള്ള കാര്യം നിങ്ങൾ സാധിച്ചു തരുമോ, നിങ്ങളുടെ കേസൊക്കെ ജയിപ്പിച്ച് തന്നതല്ലേ, അനാമികയെ നിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി തന്നതല്ലേ, അതിന് പ്രതിഫലമായിട്ട് എനിക്കിഷ്ടമുള്ള പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി നന്ദു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയാകുകയാണ്. നന്ദുവിനോട് ചോദിച്ചപ്പോഴാണേലും നന്ദു പറയുന്നുണ്ട് നവീനേട്ടൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ഉപകാരം ചെയ്തതല്ലേ അനാമിക എന്ന് പറയുന്ന ഒരു ദുഷ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പോയില്ല ഇനി, അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ പറയാണ്.
പക്ഷെ നന്ദുവിനെ അറിയില്ല കേട്ടോ, നന്ദുവാണ് ആ നവീൻ്റെ മനസ്സിലുള്ളതെന്നൊക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം എനിക്ക് ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. എന്താ ചെയ്യുക? ഇനിയിപ്പം നവീന് നന്ദുവിനെ ഇഷ്ടമായതുകൊണ്ട് ഇനി അത് നടത്തി കൊടുക്കേണ്ടി വരുമോ? എങ്ങനെയും അത് പറ്റില്ല എന്ന് പറയുക. ഒരു ഉപകാരം ചെയ്തതല്ലേ, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെയല്ലേ ഇല്ലാതാവുന്നത്. ഇനിയിപ്പം നന്ദു ഇതറിഞ്ഞാലും പറയും, ചിലപ്പോൾ സമ്മതിച്ചേക്കും അതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദുവും പറഞ്ഞല്ലോ, നവീന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കണം, അനിയുടെ ജീവിതത്തിൽ ഒരു വിഷവിത്തിനെ എടുത്ത് കളഞ്ഞു തന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കുക. ഇങ്ങനെ തന്നെ ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എനിക്ക്. അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം? മനസ്സിലാകെ മൊത്തം വിഷമമായിരുന്നു. അതിൻ്റെ കൂടെ ഒറ്റൊരു വിഷമം കൂടെ ആയല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, ആദർശേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദർശേട്ടനുമായിട്ട് ഇതൊക്കെ ഒന്ന് സംസാരിക്കായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആദർശേട്ടനോട് സംസാരിച്ചാൽ കുറച്ചൊരു ആശ്വാസം മനസ്സിന് കിട്ടുമായിരുന്നു എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് ആദർശിനെ ഫോൺ ചെയ്യാൻ കേട്ടോ. ആദർശാണെങ്കിൽ ദുബായിലാണ്. ആദർശിനെ ഫോൺ ചെയ്യുമ്പോൾ ആദർശ് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വിളിച്ചത്? അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഏട്ടനെ കാണാത്തത് കൊണ്ടൊരു വിഷമം പോലെയുണ്ട്. അതുമല്ല, ഏട്ടനുമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് സംസാരിക്കാറുള്ളതല്ലേ, അതുകൊണ്ട് ഏട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തോന്നിയതുകൊണ്ട് വിളിച്ചതാണെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാടാ ഇപ്പോൾ അവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? നവ്യ അവിടെ കിടന്ന പ്രശ്നമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അതെ, നവ്യേച്ചിയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇടത്തേക്ക് എന്താണെന്നറിയില്ല, എല്ലാവരെയും വെറുപ്പിക്കണം എന്നൊരു ചിന്തയാണ്. പിന്നെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. അബിയുടെ ഭാഗത്താണ് ന്യായം എന്നാണ് ഇപ്പോഴും ഇടത്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. ആ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ആ ദുഷ്ടൻ അബിയുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മനസ്സിലൊരു വിഷമം? അബി നിനക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? നീ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്ത കാരണം അവന് നിന്നോട് നല്ല വൈരാഗ്യം കാരണം. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. സ്വന്തം ചേട്ടനാണെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവനൊരു വിഷപ്പാമ്പാണെന്ന് നിനക്കറിയാലോ അനി. അതുകൊണ്ട് അവൻ്റെ ചെയ്തുകളെ നീ സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇല്ലാത്ത സമയമല്ലേ എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അവൻ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. അവൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു വാക്ക് ഒന്ന് പറഞ്ഞാൽ മതി, നവ്യ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. അവനത് നന്നായിട്ടറിയാം. അതുകൊണ്ട് വലിയ യുദ്ധത്തിനൊന്നും അവൻ വരില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവനങ്ങനെ നേരെ യുദ്ധത്തിനൊന്നും വരില്ലെങ്കിലും മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യും. നവ്യയെ മുൻനിർത്തിയാണ് ഇപ്പോൾ അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുത്തച്ഛനെയും മുത്തശ്ശിയെയും വരെ വിഷമിപ്പിക്കാൻ നവ്യ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലുള്ളവരുടെ സമാധാനം കളയാന്നുള്ളതാണ് അവൻ്റെ അപ്പച്ചിയുടെയും ലക്ഷ്യം. അതിന് നവ്യയും കുഞ്ഞിനെയാണ് അവൻ മുൻനിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പം അനി പറയുക, ഇനി അവൻ അധിക കാലം അങ്ങനെ വച്ച് കളിക്കൊന്നുമില്ല നവ്യയും കുഞ്ഞിനെയും വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പം ഭയങ്കര വിഷമമായിട്ട് പിന്നെയും സംസാരിക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അനി നിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു വിഷമം പോലെ ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ്, അതുണ്ട് ഏട്ടാ, എപ്പോഴും നന്ദു എൻ്റെ മനസ്സിലുണ്ട്. ആ വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചില്ലെങ്കിലും നന്ദു എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോവില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അനി അത് പതുക്കെ മാറ്റിയെടുക്കുക. നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ എനിക്കോ നയനയ്ക്കോ ഒരു പ്രശ്നവും ഇല്ല. ആ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി തരാമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ പിന്നെയും രണ്ട് വീട്ടുകാരുടെയും വെറുപ്പ് സമ്പാദിക്കണ്ടേ? പ്രത്യേകിച്ച് നിൻ്റെ അമ്മയ്ക്ക് ഒറ്റ നിൽപ്പല്ലേ നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഇനി അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവിടെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കില്ലേ എന്ന് പറയാണ്. അത് നയനയ്ക്ക് വിഷമമുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൂന്നാമതൊരാളെ കൂടി കൊണ്ടുവരാന്നുള്ളത് അത് അവർക്ക് അഭിമാനക്കുറവാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ഈ നിർബന്ധിക്കുന്നത്? പിന്നെ എല്ലാം ശരിയാവുമെന്ന് നമുക്ക് വിചാരിക്കാന്നേ, എപ്പോഴെങ്കിലും ശരിയാവും അനി. ശുഭപ്രതീക്ഷയൊക്കെ കൈവിടാതിരിക്കുക എന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അനി പറയാം, അത് മാത്രമല്ല ആദർശേട്ടാ, ഇപ്പം വേറെയും ചില പ്രശ്നം ഇടുത്തി പോലെ വന്ന് വീണിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുമ്പം പറയാം, അതെ, വേറൊരു കാര്യമുണ്ട്. നവീൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയെ നവീന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ പറയണേ, ശരിയാ, എന്നിട്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടുപിടിച്ചോ? ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഈ നന്ദുവൊക്കെ നടന്നതല്ലേ, കണ്ടെത്തിയോ? എങ്കിൽ പിന്നെ നടത്തി കൊടുക്കടാന്ന് പറയാണ്. അപ്പോൾ അനി പറയാണ്, കണ്ടെത്തി, പക്ഷേ അത് നന്ദുവാന്ന് പറയാം. അപ്പോൾ ആദർശം ഞെട്ടിപ്പോ, നന്ദുവോ? അതെ, ഞാൻ എന്നോട് നവീൻ പറഞ്ഞു നന്ദുവിനെയാണ് അവന് ഇഷ്ടമെന്ന്. അപ്പം നന്ദുവിനും അറിയാമോ ഇതെന്ന് ആദർശ് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇല്ല, നന്ദുവിന് ഈ വിവരം അറിയില്ല. അറിയുമ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് അറിയില്ല. പക്ഷേ നവീനെ വെറുപ്പിക്കാനും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നവീൻ പിന്മാറുമായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ നവീനെ എങ്ങനെയാണ് വെറുപ്പിക്കുക? ഒരു നല്ല സുഹൃത്താണ്, കുറച്ച് കാലം കൊണ്ടാണെങ്കിലും എൻ്റെ കൂടെ കൂട്ടിയ ഒരു നല്ല സുഹൃത്താണ് നവീൻ എന്ന് പറയുമ്പോൾ ആദർശ് പറയാം, ഇതിപ്പോൾ അങ്ങനെ ആയല്ലോ, എന്തായാലും വിധിച്ചതേ വരുവുള്ളൂ നീ. ചിലപ്പം നിനക്ക് നന്ദുവിനെ വിധിച്ചിട്ടുണ്ടാവില്ല.
ഇനിയിപ്പം നവീൻ വഴി ഒരു നല്ല ജീവിതം ആ കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയാം. പനി പറയുന്നുണ്ട്, ശരിയാ, എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ആയി തീരട്ടെ, നന്ദുവിന് നല്ല ഉണ്ടാവുന്ന കാണണമെന്ന് മാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയാം. അതിനുശേഷം നന്ദു അനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അനി നീ ഇപ്പോൾ ഒരു അകൽച്ച പോലെയൊക്കെ കാണിക്കുന്നത്, നീ തെരെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പോഴാണെങ്കിൽ നിനക്ക് എന്തോ ഒരു അകൽച്ചയുണ്ടെന്ന് പറയാം. പനി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു അകൽച്ചയില്ല, നീ അന്നും ഇന്നും ഒക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ അനി, ഇപ്പോൾ കുറേ ആയിട്ട് നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല കാണുന്നതെന്ന് പറഞ്ഞല്ലോ, എന്നെ വിവാഹം കഴിക്കാനും കൂടെ നിനക്ക് ആ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന നീ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ചൂടമാറ്റം, എന്താ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണോ? അല്ല, അതൊക്കെ ഉണ്ടാവുമല്ലോ, നിൻ്റെ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലല്ലോ നമ്മുടെ വിവാഹം, അതുകൊണ്ട് അതുണ്ടാവും, സ്വാഭാവികമാണ്, അതുകൊണ്ടായിരിക്കുമല്ലേ നിൻ്റെ ഈ അകൽച്ച എന്ന് ചോദിക്കുക. പനിയായി പറയുന്നുണ്ട്, ഏയ് അതുകൊണ്ടൊന്നും അല്ല നന്ദു, എനിക്ക് അകൽച്ചയൊന്നും നിന്നോടില്ല, പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങിയപ്പം സമയം തീരെ കുറവാണ്, ആദർശേട്ടനൂടെ നാട്ടിലില്ലാതായപ്പോഴേക്കും ആ കാര്യങ്ങളും കൂടെ നോക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒട്ടും സമയമില്ല, അതുകൊണ്ടാണ് നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പിന്നെയും പറയുന്നുണ്ട്, അല്ലല്ല നിനക്ക് എന്തോ ഒരു അകൽച്ചയുണ്ടെന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അനി ചെയ്യുന്നത്. എന്നിട്ട് അനി വീണ്ടും ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇതിനിങ്ങനെ കുറേ പോവുകയും ചെയ്യും. അതേസമയം നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് അങ്ങോട്ട് കനക വരിക. കനക ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് തന്നെയാണ് വരുന്നത്, അനിയാണ് വിളിക്കുന്നതെന്ന്. എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, അനിയാണോ നീ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ, എന്താ അമ്മേ, അനിയെ എനിക്ക് വിളിച്ചൂടെ, അവൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുക. ആ ഫ്രണ്ട് മാത്രമായിരുന്നാൽ നിനക്ക് കൊള്ളാം, അല്ലാതെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൊണ്ട് നടന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, ഇപ്പം തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാനാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ മൂലം അമ്മയ്ക്കും അച്ഛനൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായത്, അനി ഞാൻ വിവാഹം കഴിക്കുന്നതാണോ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുക. അപ്പം കനക പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ആ വിവാഹ കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കേണ്ട, അത് നടക്കാനേ പോകുന്നുമില്ല എന്ന് പറയാം. അല്ല, അമ്മയുടെ രണ്ടാമത്തെ മോളുണ്ടല്ലോ നവ്യേച്ചി അവിടെ കിടന്ന് കാണിച്ച് കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയാവോ, അത് അനന്തപുരിക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്നില്ലേ, ഇവിടെയുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നില്ലേ, പിന്നെ എന്നെ മാത്രം ഇങ്ങനെ അടിച്ചൊതുക്കി നിർത്താമെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞ് അനിയെ വിവാഹം കഴിക്കില്ല, 2 പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടുകൊണ്ട് മൂന്നാമതൊരാളെ കൂടി അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലേലും ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ അറിയാം കേട്ടോ എന്ന് പറയുമ്പോൾ കനക പറയാ, നിർത്തടി നിൻ്റെ അധിക പ്രസംഗം, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് നീ, ഇത്രയൊന്നും അഹങ്കാരം പാടില്ല നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പറയാം, എനിക്കെന്താ അഹങ്കാരം, നവ്യേച്ചിയോട് ചോദിക്കേ, ഇതുപോലെ നവ്യേച്ചിയോട് നേരെ നിന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് ധൈര്യമുണ്ടോ, ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഇപ്പോഴും നവ്യേച്ചി ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുകയല്ലോ, എന്തെല്ലാം അഹങ്കാരങ്ങളാണ് അവിടെ കാണിക്കുന്നത്, അവിടെ ആ മുത്തച്ഛനെയും മുത്തശ്ശിയുടെയും മുമ്പിൽ അവരോട് വരെ ചോദ്യം ചെയ്യുകയും തർക്കുത്തരം പറയുകയും ചെയ്യുന്ന ആളാണ് ഇപ്പം നവ്യേച്ചി, ആ വീട്ടിൽ 2 അടുക്കളയാക്കി ഇപ്പം നവ്യേച്ചി, എന്തിനാ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്, അവരോടുള്ള പകരം വീട്ടാൻ, ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള വിചാരത്തിലാണ് നവ്യേച്ചി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്, അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലല്ലോ, നിങ്ങളും പറയില്ല, അതുപോലെ നയനേച്ചിയും പറയില്ല, എന്തുകൊണ്ടാണ് പറയാത്തത്, നവ്യേച്ചി ആത്മഹത്യ ചെയ്താലോ ഒന്ന് ആലോചിച്ച്, അങ്ങനെ ഒരു മനസ്സൊന്നും അല്ല നവ്യേച്ചിക്കുള്ളത്, ആദ്യം പോയി ആ സത്യം തുറന്ന് പറഞ്ഞ് നവ്യേച്ചി അടക്കി നിർത്താൻ ശ്രമിക്കുക, ആ കുടുംബത്തിൽ നവ്യേച്ചി മൂലം എന്തുമാത്രം വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് അച്ഛനും അമ്മയും ചിന്തിക്കുക, ഈ കുടുംബത്തിനും എന്തുമാത്രം നാണക്കേട് ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എന്നെ ഭരിക്കാൻ വന്നാൽ മതി എല്ലാവരും എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവുകയാണ് ഒരു കിടുക്കാച്ചി ഡയലോഗൊക്കെ പറഞ്ഞിട്ട്. അതേസമയം നവ്യ അനന്തപുരിയിൽ അഴിഞ്ഞാടുക വീണ്ടും. അവിടെ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാവോ, ഒരു ചെറിയ കാര്യം വരെ വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നവ്യ പുറത്ത് പോയിട്ട് വരികയാണ്, അല്പം മോഡേണായിട്ടൊക്കെ വരികയാണ്. വരുന്ന കാണുമ്പോൾ മുത്തച്ഛനിങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും ചോദിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അതേസമയം ജാനകി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നവ്യയോട്, നവ്യക്ക് എന്താ അടുത്ത പരസ്യ ചിത്രത്തെ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയോ, ഏത് ജ്വല്ലറിയുടെ ഏതാ, നമ്മുടെ ശത്രു ജ്വല്ലറിയുടെ തന്നെയാണോ എന്ന് അർത്ഥം വെച്ച് ജാനകി ചോദിക്കുക. അത് നവ്യക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാ, ആണെങ്കിൽ എന്താ, എനിക്ക് ആര് പണം തന്നാലും അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാ, അതിവിടെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ട, അതിനൊക്കെ എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം അതില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ വന്ന് മുത്തശ്ശനിരിക്കുന്നതിൻ്റെ ഇപ്പറേ വന്ന് കാലുമേ കാലൊക്കെ കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുത്തച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിക്ക് ഒരു വല്ലായ്മ പോലെയൊക്കെ തോന്നുവാണ് നവ്യയുടെ അഹങ്കാരത്തോടുള്ള സംസാരമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നയന അവിടെ നിൽക്കുന്നുണ്ട്. നയന വരുമ്പോഴേ നയന അന്നേരം ചോദിക്കുക, ചേച്ചി ചേച്ചി എന്തിരിപ്പായി ഇരിക്കുന്നത്, പ്രായമായ മുത്തച്ഛനും മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, അവരുടെ മുമ്പിൽ കാലുമേ കാലും കയറ്റി ഇങ്ങനെ കയറിയിരിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ,
അപ്പോഴേക്കും നവ്യ ചാടി എണീറ്റിട്ട് പറയാ, എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ ഇവരുടെ മുമ്പിൽ കാലുമേ കാലും കെട്ടിയിരുന്ന എന്താ പ്രശ്നം? എന്തുകൊണ്ട് ഈ രാജാവിനെ ഓസ്റ്റാനിച്ച് നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അനന്തപുരിയിലെ രാജാവാണോ ഈ മുത്തശ്ശൻ? ഇയാളെ ഞാൻ എന്തിനാ ഓസ്റ്റാനിച്ച് നിൽക്കുന്നത്? അതൊക്കെ പഴയ കാലം നയനെ, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട കേട്ടോ എന്ന് പറയാ. അപ്പൊ നയനയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് കേട്ടോ ഇത്ര അഹങ്കാരം മുത്തശ്ശനെ പറയുന്ന കേൾക്കുമ്പോൾ. അപ്പൊ നയനെ അങ്ങോട്ട് ചെന്നിട്ട് പറയേ, ചേച്ചി ദേ വെറുതെ ഇങ്ങനെ കിടന്ന് ഇവിടെ അഴിഞ്ഞാടാൻ പറ്റില്ല. ഇത് അനന്തപുരി തറവാടാ, ഇവിടെയൊക്കെ ഒരു മാന്യതയും മര്യാദയൊക്കെ ഉണ്ട്. മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ബഹുമാനിക്കേണ്ടത് ആവശ്യം തന്നെയാ, അല്ലാതെ ഇവിടെ ഈ അഹങ്കാരം പറ്റില്ല ചേച്ചിയുടെ എന്ന് പറയുമ്പോഴേക്കും നവ്യക്ക് ദേഷ്യം വന്നിട്ട് നവ്യ നയനെ പിടിച്ചിട്ട് ഒറ്റ തള്ളു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നയനെ അവിടെ മറിഞ്ഞങ്ങ് വീഴുക. വീണിട്ടൊന്നും പറ്റുന്നൊന്നുമില്ല, എനിക്കാണ് അപ്പം ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ നയന. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരും. അപ്പം മുത്തശ്ശന് പറയുന്നുണ്ട്, നിർത്ത്, എല്ലാവരും വഴക്കൊന്ന് നിർത്തുമെന്ന് പറയുക. ദേവയാനിക്ക് അപ്പം ഇത് കണ്ടിട്ട് നയനെ തള്ളിയിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, എന്താടി നീ ഇങ്ങനെ അഴിഞ്ഞാടുന്ന എന്തിനാന്ന് ചോദിക്കുക. ഇവിടെ നിന്റെ ഈ അഹങ്കാരം മതിയാക്ക്, കുറച്ചൊക്കെ ആകാം, ഇത് അധികമായിപ്പോയി നവ്യേ. എന്തിനാ ഇപ്പം നീ നയനെ തള്ളിയിട്ടത്? നിന്റെ അനിയത്തിയല്ലേ അവള് ഗർഭിണിയാണെന്ന് നിനക്കറിയില്ലേ? നീ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതാണെന്നറിയാം. ഇതൊന്നും ഈ തറവാട്ടി പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒറ്റ ഒരെണ്ണം കൊടുക്കുക. നീ എന്താ കാണിച്ചേ? മുത്തശ്ശിയുടെ മുമ്പിൽ കാലുമേ കാലും കയറ്റിയിരുന്ന അഹങ്കാരം കാണിച്ച എല്ലാം തികഞ്ഞെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും നിനക്ക്. നീ അത് മറക്കണ്ടെന്ന് ദേവയാനി പറയാ. എന്നിട്ട് സത്യം വിളിച്ച് പറയുന്നൊന്നുമില്ല കേട്ടോ. ദേവയാനി നല്ല താക്കീതും കൊടുക്കുന്നുണ്ട്, കാരണത്തിന് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്